ദിലീഷ് അഗ്രി വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ എഴുതുക. ഞങ്ങൾ മഞ്ചേരിക്കുള്ളൻ വാഴേൻ്റെ ഫസ്റ്റ് പണിയാണ് ഇത്. ഞങ്ങളെന്താ വെച്ചാൽ ആദ്യം കുമ്മായിട്ടതാണ്. കുമ്മായിട്ട് കഴിഞ്ഞ ശേഷം വാഴ തെഴുത്ത് വന്ന ശേഷം ഞങ്ങൾ തടം തുറന്ന് തോലിടും. ഇനി ഒരു തോലും കൂടെ ഞങ്ങൾ വെട്ടാണ്ട്, അപ്പോൾ നാളെ വന്ന് തോലിടും. അതിന് ഞങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു 150ഓളം വാഴ വെച്ചിന്. ഇവിടെ നിന്നാണ് ഇനിയാണ് ഇതിന് വളത്തിലെ സ്റ്റാർട്ടിങ്. ഈ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വാഴ അവിടെ ഉണ്ട്, കുറച്ച് അപ്പുറത്തൊക്കെ ഉണ്ട്. അതിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ pH ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കക്കപ്പൊടിയാണ് ഇത് സാധനം. അത് 250 ഗ്രാം ഒരു വാഴക്ക് ഇടണതാണ്. ഇതിപ്പോൾ 1 കിലോ ഉണ്ട്. ഇതാക്കണം ഫീഡർ, ഇതിൻ്റെ പേര് ഇതാക്കണം. pH അതിൻ്റെ ഓരോ നമ്പറും ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അത് ഇതിൽ വെച്ചാൽ വാഴ നമുക്ക് കൊല വെട്ടണ വരെ നമുക്ക് ഇതിൻ്റെ ഒരു ഇത് കിട്ടും. ഈ എന്താ പറയുക, കാൽസ്യം 50% മേലെ കാൽസ്യം അടങ്ങിയിട്ടുണ്ടെന്നാണ് കമ്പനി പറയണത്. മറ്റേ കുമ്മായത്തിൻ്റെ ആണെന്ന് വെച്ചാൽ കുമ്മായത്തിൻ്റെ ഇത് 10% ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഞങ്ങളപ്പോൾ ചെറിയ രീതിയിൽ കുമ്മായ ഇട്ടതാണ്. ഇനിയിപ്പോൾ ഇതാണ് ഇടുന്നത്, ഈ pH ബൂസ്റ്റർ എന്ന സാധനം. നല്ല ഉഷാറായിട്ട് ഭൂമിയുടെ വാഴക്ക് ആവശ്യത്തിലുള്ള സാധനങ്ങൾ മാത്രമേ വാഴ ഇത് വലിച്ചെടുക്കുള്ളൂ. ഏറ്റവും നല്ല സാധനമാണത്. അത് നല്ല അടിപൊളി സാധനമാണ്. ഇത് പച്ചക്കത്തി കൂമ്പടപ്പ്, പിന്നെ എന്താ പറയുക, വാഴക്കൊരു മഞ്ഞളിപ്പ് വരൽ, വെള്ള കളർ വരലൊക്കെ എന്താ വെച്ചാൽ ഈ കാൽസ്യത്തിൻ്റെ കുറവിനെ കൊണ്ടാണ് ഇത് കുറേ വരുന്നത്. അപ്പോൾ ഈ കാൽസ്യം അടങ്ങിയ സാധനമാണ് നമ്മൾ ആദ്യം കൊടുക്കുക. ഇന്ന് തോല് കിട്ടിയതിന് ശേഷം ഞങ്ങൾ കോഴിവളമാണ് ഇടുക. കോഴിവളക്കൂടെ എടുത്തിട്ട് അപ്പോൾ നാളെ തോലിട്ടതിന് ശേഷം കോഴിവളം ഇട്ടിട്ട് അത് നനയ്ക്കുക. കോഴികളൊക്കെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. അപ്പോൾ ഓർഗാനിക് രീതിയിലാണെന്ന് ആണെങ്കിലും ഓർഗാനിക് ഫുള്ളൊന്നും നമുക്ക് വാഴയൊന്നും ഓർഗാനിക് ചെയ്യാൻ കഴിയില്ല. ഓർഗാനിക് പകുതി വളക്കം നമുക്ക് ഓർഗാനിക് കൊടുക്കും, ബാക്കി ഇംഗ്ലീഷ് വളം തന്നെ കൊടുക്കണം. ഇത് pH ബൂസ്റ്ററൊക്കെ ഇത് ഈ സാധനമൊക്കെ ഇട്ടുണ്ടാക്കിയ വാഴയാണ് ഒക്കെ. ഇത് 5 മാസം കൊണ്ട് കൊലയ്ക്കും. 8ാം മാസം ഇപ്പോൾ കൊല വെട്ടണ സൈസ് വാഴയാണ് മഞ്ചേരിക്കുള്ളൻ. ഈ മഞ്ചേരിക്കുള്ളൻ വാഴ എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ മഞ്ചേരി ഉണ്ടാക്കിയ മലപ്പുറം ജില്ലയിൽ ഉണ്ടാക്കിയ സാധനമാകുമ്പോൾ ഈ കന്നിപ്പോൾ ഞങ്ങൾക്ക് വന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ഇതൊക്കെ തമിഴ്നാടാണ് ഇതൊക്കെ മുതലാക്കണത്. പിന്നെ അവിടെ എല്ലാ സംഗതിയും ഉണ്ട്. pH ബൂസ്റ്റർ കൊടുത്താലും വാഴക്ക് നല്ലതാണ്. ഇത് 500 രൂപ വരേണ്ട ഒരു ചാക്കിന്. 250 ഗ്രാമാണ് ഒരു വാഴക്ക് ഇടേണ്ടത്. ഒറ്റ പ്രാവശ്യം ഇട്ടാൽ മതി. പിന്നെ അതൊരു 3 മാസം കഴിഞ്ഞിട്ട് അയർ എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്. ഈ അയർ എന്തിനാണ് ഇടണമെന്ന് വെച്ചാൽ അത് ഞങ്ങൾ ഇടാൻ തുടങ്ങിയിട്ടില്ല. വാഴേൻ്റെ എന്താ വെച്ചാൽ നല്ല ആരോഗ്യമായിരിക്കും. ബാക്കി അങ്ങനെ ക്ഷീണങ്ങളൊന്നും വാഴക്ക് വരും. നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള വാഴയായിരിക്കും വരിക. ഇവിടെ ഞങ്ങളത് ഈ വീഡിയോയിലൊക്കെ ഞങ്ങൾ ചാക്കിൽ വെച്ച വാഴ കാട്ടുണ്ട്. ചാക്കിലെങ്ങനെ വാഴ ഉണ്ടാക്കാം, ഒരു തടത്തിൽ 2 വാഴ വെച്ചത് എങ്ങനെ ഉണ്ടാക്കാം, അതിൻ്റെ 2 തടത്തിൻ്റെ വാഴേൻ്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ ഈ ഇതിൽ ചേർത്തുണ്ട്. അതിന് ഞങ്ങൾ അയർ ഇത് മറ്റേ ഈ കക്കപ്പൊടി പൊട്ടിച്ചിട്ടിട്ട് മൂടും. അതും കൂടെ ആ വീഡിയോയും കൂടെ ഞങ്ങൾ ഇതിൽ കാട്ടാൻ. തടത്തിൽ 2 വാഴ വെച്ചുകൊണ്ട് 1 വാഴ വെച്ചുകൊണ്ട് ഇത് ഒറ്റ വാഴ വെച്ചാണ്. ഏതാകുമ്പോൾ കൂടുതൽ വലിപ്പം നോക്കല്ല. അപ്പോൾ 2 വാഴ വെച്ചതിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് കാട്ടിത്തരാം. അവിടെ ഞങ്ങളുണ്ട്. അടിപൊളി വാഴയിട്ടവൻ്റെ. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ വാഴ ഒരുവിധം വാഴ ഇതിപ്പോൾ എൻ്റെ ലൈറ്റിൻ്റെ അടുത്തല്ല, ഒരുവിധം വാഴ വലുപ്പമായാൽ വാഴ നമ്മൾ വെട്ടി മൂടുക എന്ന് പറയും. അതെന്താ വെച്ചാൽ എന്നാലും നമ്മൾ വാഴ പുതിയ നല്ല വാഴയാകുള്ളൂ. നല്ല വാഴയാകാന്ന് വെച്ചാൽ നല്ല എന്താ പറയുക, ഈ വണ്ണം വെക്കേണ്ട സമയമാണ്. മണ്ണ് ചെന്നാലാണ് വാഴ വണ്ണം വെക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെട്ടി മൂടുക എന്ന് പറയും. അപ്പോൾ അങ്ങനെ പുല്ലാണ് ഇവിടെയൊക്കെ. അപ്പോൾ അത് നാളെ എടുക്കുക. ഇതൊരു തടത്തിൽ 2 വാഴ വെച്ചാൽ റോബസ്റ്റാണ്. റോബസ്റ്റ് ഒരു തടത്തിൽ 2 വാഴ ഇട്ടും നല്ല വെറുവാണ്. ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ചെയ്യണ വളങ്ങളൊക്കെ കുറവ് മതി. ഒരു വാഴക്കിടുന്ന വളം കൊണ്ട് തന്നെ അപ്പോൾ ഇത് 500 കാർഡാണിട്ട് ഞാൻ 250 ഗ്രാമത്തെ മറ്റേ നമ്മളെ കക്കപ്പൊടി ഇട്ടിട്ടുള്ളൂ. അങ്ങനെ വളം ഇട്ടില്ല. ഇപ്പോൾ കോഴിവളം ഇട്ടുണ്ട്. ഇതിൽ കോഴിവളം ഇതിലേക്ക് ആയാലും നല്ല ഉഷാറാവും. ഇനി നനക്കിയിട്ട് തുടങ്ങാം, മഴയില്ലല്ലോ. ഇത് ഞങ്ങളെ ഒരു തടത്തിൽ 2 ടിഷ്യൂ കൾച്ചർ വാഴക്കന്ന് വെച്ച വാഴയാണ്. അതിൻ്റെ
വളർച്ച നോക്കി ഒരു തടത്തിൽ 2 വാഴയായിട്ട് വാഴക്ക് ഒരു മോശമില്ല. ടിഷ്യൂ കൾച്ചർ കുവത്തൈന് അത്ര വല്ല തൈ വെച്ചാൽ വാഴപ്പണി തന്നാൽ നമുക്ക് 365 ദിവസം പണിയാണ്. വാഴേനെ അങ്ങനെ നമ്മൾ നോക്കണം, എന്നാലേ വാഴ നമുക്ക് നല്ല കൊല കിട്ടും. എത്രത്തോളം നോക്കണം അത്രത്തോളം നമുക്ക് വാഴ ഉഷാറാവും. ഇത് ആള് എന്തായാലും ഇതുമ്പോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു പഴം തിന്നാൽ വിൽക്കണേനെക്കാട്ടി എനിക്കിഷ്ടം ഇത് ഉണ്ടാക്കുന്നതാണ്. ഞങ്ങൾക്ക് വിൽക്കണേന് വലിയ താല്പര്യമൊന്നുമില്ല. ഞങ്ങൾ പാർട്ണർമാരെല്ലാം കൂടെ തിന്നലേ അധികം. അത്രയും കൂടുതൽ ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾ വിൽക്കുള്ളൂ. പിന്നെ ഞങ്ങൾ നേരിട്ട് പാർട്ടിക്ക് കൊടുക്കുക, ഒരിക്കലും കടയിൽ കൊടുക്കില്ല. കടയിൽ കൊടുത്താലും നമുക്ക് പിന്നെ പൈസ കിട്ടാം. അപ്പോൾ നമുക്ക് 8 റുപ്യ 50 റുപ്യ നമുക്ക് അങ്ങനെ കിട്ടും. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കണതിനെ കൊണ്ട് നല്ല സന്തോഷത്തോടുകൂടി വാങ്ങുമ്പോൾ വിളിച്ച് ചോദിക്കുക. ഇപ്പോൾ കോഴിക്കോട് നിന്ന് വരെ ഞങ്ങളെ വാഴക്കുല കൊണ്ടുപോയിക്കണം ആൾക്കാർ. ഇത് ഞങ്ങൾ ഒരു ടിഷ്യൂ കൾച്ചർ നിയന്ത്രണവും ഒരു റോബസ്റ്റിൻ്റെ കന്നും കുഴിച്ചിട്ടാണ്. വാഴ ഇതിലേശം ഹൈറ്റ് കൂടുതലുണ്ടെന്നുള്ളൂ, ഹൈറ്റ് കുറവാണ്. അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് കുഴിച്ചിട്ട്. പക്ഷേ വാഴക്ക് നമ്മൾ 2 തടത്തിൽ 2 ഇനായിട്ടും വാഴക്കൊരു പ്രശ്നമില്ല കേട്ടോ. ഇത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ചിലവ് കുറച്ച് വാഴ കൃഷി ചെയ്താലെന്താ ഗുണം വെച്ചാൽ നമുക്ക് ലാഭം കൂട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രമിച്ച് നോക്കണത്. ഞാൻ 3 വാഴ വെച്ചിനി, പക്ഷേ അതിൽ വാഴ ഒന്ന് കൊലച്ച് 2 ചെറിയ കന്നേനി. ആ കന്ന് എന്തായിപ്പോയി വെച്ചാൽ ഒന്ന് സൂക്കടായിപ്പോയി, ഒന്നിങ്ങനെ നിൽക്കണമുണ്ട്. ഇവനക്ക് ഈ 2 വാഴ 3 വാഴയൊക്കെ ഒരു ഇതിൽ തടത്തിൽ വെക്കുമ്പോൾ ഒരേ പ്രായമുള്ള കന്നായിരിക്കണം, എന്നാൽ നമുക്ക് ഒരേ ടൈമിൽ കൊലക്കുള്ളൂ. മറ്റേ നമുക്ക് നഷ്ടമായി പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരേ വലിപ്പമുള്ള കന്ന്. എന്നാൽ നമുക്ക് ഒരുമിച്ച് കൊല ഇട്ടാം. മറ്റേ ഒരു കൊല വെട്ടിയിടുമ്പോൾ ആ ഭാഗത്ത് വാഴ നനയ്ക്കാൻ പിന്നെയും ഇപ്പോൾ വരണം. അത് നമ്മൾ കർഷകരെ അപേക്ഷിച്ചിട്ട് ഭയങ്കര പണിയാണ്. അല്ല പിന്നെ ഡ്രിപ്പ് ഇറിഗേഷനൊക്കെ ചെയ്യണം. നമ്മളിവിടെ ഡ്രിപ്പ് ഇറിഗേഷനൊന്നും ഇല്ല. പക്ഷേ വെച്ചാൽ വലിയ കർഷകരൊക്കെ ചെയ്യാം, നമുക്ക് കഴിയില്ല. പൂവമ്പാഴൊന്നും ഉണ്ട്. ഇപ്പോൾ വാഴക്ക് വളരാൻ വന്നപ്പോഴാണ് കണ്ട്. അപ്പോൾ അതായിട്ട് വെട്ടിക്കളാം. ചെറിയ പോലെ ഇത് വിൽപ്പനയില്ല. ഇതൊക്കെ ഇംഗ്ലീഷോളം ഇടാണ്ട് ഉണ്ടായ സാധനം പൂവമ്പാഴ. കൊല വെട്ടിയപ്പോൾ എങ്ങനെയാണ് പോകുന്നത് അല്ലേ? ഒന്ന് തിന്നയില്ല. ഇനി 2 കൂടെ ഞങ്ങൾക്ക് വെട്ടാണ്ട്. 2 പൂവനാണ്. ഇത് നല്ല കൊല്ലം. ഇത് ഞങ്ങൾ വിൽക്കില്ല, അതൊക്കെ ഞങ്ങൾ കഴിക്കുള്ളൂ. പൂവനാണ്. അതൊരു കറിക്കായാണ്. കറിക്കായുണ്ട്. കല്ല ഉഷാറ് കൊലയാണ്. നമ്മളെ ആവശ്യത്തിന്